തിരുസഭ ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുന്നു. അസീസിയിലെ ഒരു പ്രമുഖ പട്ടുവസ്ത്ര വ്യാപാരിയായ പീറ്റർ ബെർണാഡിന്റെ മൂത്ത മകനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അമ്മ മകനെ പ്രസവിക്കാറായപ്പോൾ ഒരജ്ഞാത മനുഷ്യൻ വന്ന് ആ സ്ത്രീയോട് അടുത്തുള്ള കാലിത്തൊഴുത്തിലേക്ക് പോകുവാൻ ഉപദേശിച്ചു. അവൾ അപ്രകാരം ചെയ്തു. അങ്ങനെ ക്രിസ്തുവിനെ പോലെ 1181 കാലിത്തൊഴുത്തിൽ പിറന്നു. ഫ്രാൻസിസ് പഠിത്തത്തിൽ സമർത്ഥനായിരുന്നു. ഫ്രഞ്ച്, ലത്തീൻ എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടി. പിതാവ് ദാനധർമ്മം നിരുത്സാഹപ്പെടുത്തിയിരുന്നതിനാൽ ഫ്രാൻസിസ് ആദ്യകാലങ്ങളിൽ ഭിക്ഷുക്കളെ അവഗണിച്ചിരുന്നു. എങ്കിലും ദരിദ്രരോടുള്ള അനുകമ്പ അദ്ദേഹത്തിൽ അന്തർലീനമായി കിടന്നു. ഒരിക്കൽ പിതാവിന്റെ പട്ടുവസ്ത്ര കടയിലായിരുന്നപ്പോൾ ഒരു കുഷ്ഠരോഗി യാചന അഭ്യർത്ഥിച്ചു വന്നു. ആദ്യം കൊടുക്കുവാൻ സന്നദ്ധത കാട്ടിയില്ല. പിന്നീട് പെട്ടിയിൽ നിന്നും കൈനിറയെ പണം വാരിയെടുത്ത് കൊടുക്കുകയും ആ രോഗിയായ മനുഷ്യനെ ആശ്ലേഷിക്കുകയും ചെയ്തു. അതിനുശേഷം യാത്രകളിൽ സമാനമായ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഭിക്ഷക്കാരനായ കുഷ്ഠരോഗിയെ ആശ്ലേഷിക്കുമ്പോഴെല്ലാം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം സിദ്ധിച്ചുകൊണ്ടിരുന്നു. ലൗകായതികത്വം കലർന്ന ജീവിതത്തിൽ കൂട്ടുകാരോടുകൂടെ ഉല്ലസിച്ചിരുന്നു. അസീസിയിൽ യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഒരിക്കൽ യുദ്ധത്തിനുള്ള യാത്രയിൽ ഫ്രാൻസിസ് ദൈവത്തിന്റെ സ്വരം കേട്ടു. നിനക്ക് യജമാനനെയാണോ ദാസനെയാണോ സേവിക്കുവാനിഷ്ടം? യജമാനനെ എന്ന് ഫ്രാൻസിസ് തീർത്തു പറഞ്ഞു. എന്നാൽ വീട്ടിലേക്ക് മടങ്ങിപ്പോവുക. ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അറിയിക്കാമെന്നുള്ള സ്വരം ശ്രവിച്ചു. അങ്ങനെ പുതിയ ജീവിതം ആരംഭിച്ചു. അക്കാലത്ത് വിശുദ്ധ പീറ്റർ ഡാമിയന്റെ ദേവാലയം കേടുവന്ന് വീഴാറായി നിൽക്കുന്നുവെന്നും താനത് താങ്ങിയിരിക്കുന്നതായും സ്വപ്നത്തിൽ ഫ്രാൻസിസ് കണ്ടു. അദ്ദേഹം വീട്ടിൽ നിന്നും കുറെ പണവും ശേഖരിച്ച് ദേവാലയം കേടുപോക്കാൻ യാത്ര പുറപ്പെട്ടു. ഈ വിവരമറിഞ്ഞ് പിതാവ് ഫ്രാൻസിസിനെ വീട്ടിൽ വെച്ച് പ്രഹരിക്കുകയും മെത്രാനോട് പരാതി പറയുകയും ചെയ്തു. തന്റെ കുടുംബത്തിലുള്ള ഓഹരി വേണ്ട എന്നും താൻ ധരിച്ചിരുന്ന വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അരമനയിൽ ചെന്ന് മെത്രാൻ നൽകിയ ഒരു രോമവസ്ത്രം ധരിച്ച് തെരുവീതിയിലേക്ക് ഇറങ്ങി. ഇനിമേൽ ദൈവം മാത്രമേ എനിക്ക് പിതാവായിട്ടുള്ളൂ, എന്റെ ദൈവമേ എന്റെ സർവസ്വമേ എന്നതായി ജീവിത തത്വം. തെരുവീതിയിലേക്ക് ഇറങ്ങിയ ഫ്രാൻസിസിന് ശിഷ്യന്മാർ ധാരാളമുണ്ടായി. അങ്ങനെ ഫ്രാൻസിസ്കൻ സഭ ആരംഭിച്ചു. 6 പട്ടം വരെ സ്വീകരിച്ച ഫ്രാൻസിസ് പൗരോഹിത്യം സ്വീകരിക്കാൻ വിനയം അനുവദിച്ചില്ല. തകർന്നുകൊണ്ടിരിക്കുന്ന ലാറ്ററൻ ബസലിക്കയെ താങ്ങി നിർത്തുന്നതായി ദർശനം ലഭിച്ചതിനു ശേഷമാണ് ഇന്നസെന്റ് 3 മാർപ്പാപ്പ ഫ്രാൻസിസ്കൻ സഭയുടെ നിയമാവലി അംഗീകരിച്ചത്. 1224 കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിൽ ക്രിസ്തു തന്റെ പഞ്ചക്ഷതങ്ങൾ ഫ്രാൻസിസിൽ പതിച്ചു. ദാരിദ്ര്യത്തെ വധുവായി സ്വീകരിച്ചവനാണ് ഫ്രാൻസിസ്. ദൈവസൃഷ്ടിയായ സൂര്യചന്ദ്രന്മാരും സസ്യലതാദികളുമെല്ലാം തന്റെ സഹോദരങ്ങളാണെന്ന് പറയുമായിരുന്നു. എന്നെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ എന്ന പ്രാർത്ഥന, സൂര്യകീർത്തനം മുതലായവ അനേകരെ സ്പർശിച്ചിട്ടുള്ള കൃതികളാണ്. സൂര്യകീർത്തനത്തിന്റെ അന്തിമവാക്യം കൂട്ടിച്ചേർത്ത് മരണത്തെ പ്രതി കർത്താവ് സ്തുതിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 1226 ഒക്ടോബർ 4 45 വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. സ്വർഗരാജ്യത്തെ പ്രതി സമ്പത്തും ഉന്നമനവും ഉപേക്ഷിച്ച് ഈശോയുടെ സ്നേഹം ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. നമുക്കും ആ വിശുദ്ധന്റെ മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിനായി ഒരുങ്ങുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.